അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാട്ടിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു ആവശ്യം അതിന്റെ ശബ്ദമാധുര്യം കൂടെയാണ്. ശബ്ദമാധുര്യമാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഏറ്റവും എന്താ സുന്ദരമായിട്ടുള്ള മനുഷ്യനെ അട്രാക്ട് ചെയ്യുന്ന കൊതിപ്പിക്കുന്ന ശബ്ദം ഉണ്ടാവുക. ഈ ശബ്ദം ആദ്യം ഉണ്ടാവുകയും ഈ ശബ്ദത്തിന് അർത്ഥം വരികയും ചെയ്യുമ്പോഴാണ് അത് നിലനിൽക്കുന്നത്. ഈ ശബ്ദ സൗകുമാര്യമാണ് ഒരാൾ ആദ്യം അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ പൂവിന്റെ ഭംഗിയാണ് ഒരു ശലഭത്തിനെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ സ്റ്റേ ചെയ്യിക്കുന്നത് അതിലെ തേനാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇത് പൂർണ്ണമാവുന്നത്. ഇത് ഈ പാട്ടിന്റെ എല്ലാം പ്രൈമറി തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അട്രാക്ട് ചെയ്യുന്ന മനുഷ്യന് ഏറ്റവും ഇഷ്ടം തോന്നുന്ന വാക്കുകൾ, ശബ്ദം. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഒരു പെണ്ണിന് മഞ്ജുഭാഷിണി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ അടി തരും. പക്ഷേ ദാസേട്ടൻ മഞ്ജുഭാഷിണി എന്ന് റെൻഡർ ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയാണ്. വസുമതി എന്ന് പറയുമ്പോൾ എന്തൊരു ഭംഗിയാണ് അല്ലേ? ആ രണ്ട് വാക്കൊന്ന് സെപ്പറേറ്റ് ഒന്ന് എടുത്ത് നോക്കൂ. അതേ ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊതിപ്പിക്കുന്ന ഭംഗിയാണ്. ഒപ്പം അതിൽ അർത്ഥം കൂടി. അപ്പൊ ആദ്യത്തെ കാര്യം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒപ്പം അതിലൊരു അർത്ഥവും കൂടി വന്നു എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വരിയുടെ ഒരു ഗുണം. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾക്കറിയാം, നമ്മളൊന്നും പ്രണയിക്കാൻ വേണ്ടി നടന്നിട്ട് പ്രണയിക്കുന്ന ആളല്ല. കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്ന പോലെ പ്രണയിക്കാൻ പറ്റില്ല. പ്രണയിച്ചു പോകുന്നതാണ്. അതാണ് ഒരു റിയാലിറ്റി.